അങ്ങനെ നമ്മുടെ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ പോരാട്ടം അവസാനം ഫലം കണ്ടു. അതായത് നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ SNSDVയുടെ ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ R വിനോദ്, ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ പോരാട്ടം ഫലം കണ്ടു. അതായത് വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഹൈക്കോടതി തന്നെ തീർപ്പിച്ചിരിക്കുന്നു. ഇത്രയും കാലം ഇല്ല അള്ളുപോലെ, നമ്മൾ നേരത്തെ ഒരു വട്ടം നമ്മൾ ചർച്ചയിൽ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഈ അള്ളുപോലെ ഇങ്ങനെ പിടിച്ചു നിൽക്കുക. 10-30 വർഷമായിട്ട് SNDP യോഗത്തെ വിടാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ആ കസേരയിൽ നിന്ന് ഇറങ്ങാതെ അള്ളുപോലെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശനെ ഇതേ ഇറക്കി വിട്ടിരിക്കുന്നു. സത്യത്തിൽ ഇത് വിദ്യയുടെ മുഖത്തിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ കാരണം വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് ഒരാള് ഒരു ജനങ്ങളെ മുഴുവൻ അല്ലെങ്കിൽ ഒരു പറ്റം ശ്രീനാരായണീയർ എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ ശ്രീനാരായണീയരായിട്ടുള്ള ആളുകളെ, ഒരു സമുദായത്തെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് ഒരു സംഘടനയുടെ തലപ്പത്ത് തുടരുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും എവിടെയെങ്കിലും കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത ഒരു സംഭവമാണ്. കാരണം അത് എന്നാൽ അങ്ങനെ തുടരുന്നതിൽ ചിലപ്പോൾ യോഗ്യത ഉണ്ടാവും. ഇപ്പം നമ്മൾ പറയുന്ന പോലെ ചില ഭരണാധികാരികൾ തുടർന്നിട്ടുണ്ട്. ഇപ്പം പിന്നെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി, അദ്ദേഹം വീണ്ടും അധികാരത്തിൽ കയറി. ഇപ്പം 2 തവണയായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ. ഇപ്പം ഇതൊക്കെ അധികാരം ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടാണ് അവർ അധികാരത്തിൽ കസേരകളിലേക്ക് എത്തുന്നത്. ഇതങ്ങനെയല്ല, തെരഞ്ഞെടുപ്പ് പോലും ഇല്ല. നമുക്ക് അറിയാം, ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു 2021 114ാമത് വാർഷികാഘോഷവും ഭാരവാഹി തെരഞ്ഞെടുപ്പും എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ആദ്യം ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 2021 പുറപ്പെടുവിച്ചതിന്റെ ഭാഗമായിട്ട് ഈ നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ R വിനോദ്, അതായത് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഉൾപ്പെടെ 4 പേര് ഒരു പാനലായിട്ട് ഇതിലേക്ക് പിന്നെ നോമിനേഷൻ കൊടുത്തു. അപ്പോൾ ഈ നോമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിൽ DIN നമ്പർ എന്ന് പറയണം, ഡയറക്ടർ പേഴ്സണാലിറ്റി നമ്പർ, പിന്നെ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു DIN നമ്പർ വേണം. അപ്പൊ ഈ DIN നമ്പർ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് എന്തുകൊണ്ട് DIN നമ്പർ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അങ്ങനെ ഒരു പിന്നെ ഒരു സാമുദായിക സംഘടനയുടെ തലപ്പത്ത് വരുന്ന ഒരാൾക്ക് DIN നമ്പർ മസ്റ്റ് ആണോ? അതെ. കാരണം ഇത് കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അത് പ്രകാരം ഈ അതിലെ തന്നെ 164(2) പ്രകാരം അതിലെ ആ കമ്പനി ആക്ട് പ്രകാരം ഇതിൽ അതിന്റെ ഡയറക്ടർ സ്ഥാനത്തേക്ക് വരുന്നവർക്ക് ഈ പറയുന്ന ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്പർ ഉണ്ടാവണം, മസ്റ്റാണ്. എന്നാൽ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് മാനിപ്പുലേഷൻ ഉണ്ടായി. അതിൽ ഒരെണ്ണം ആക്റ്റീവ് അല്ല, ഒരെണ്ണം ഉള്ള, അങ്ങനെ 2 DIN നമ്പർ വന്നു. അപ്പൊ തന്നെ അയോഗ്യതയാണ്. പക്ഷെ അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പിടിപാടൊക്കെ വെച്ചിട്ട് ഇതിനെയൊന്നും വലിയ കാര്യമായിട്ട് കണ്ടില്ല. പിന്നെ ഒടുവിൽ ഈ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയും പിന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ സൗത്ത് ഇന്ത്യൻ R വിനോദ്, ഇളമ്പടത്ത് രാധാകൃഷ്ണൻ, കണ്ടല്ലൂർ സുധീർ തുടങ്ങിയ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു നിയമ പോരാട്ടം അങ്ങ് തുടങ്ങി. ഇപ്പോഴും കരുനാഗപ്പള്ളി കോടതിയിൽ അതിന്റെ കേസ് നിൽക്കുകയാണ്, അതുമായിട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് അത് കോടതിയിലേക്ക് പോകുന്നു. വീണ്ടും അത് അങ്ങനെ വന്നപ്പോൾ അത് തടസ്സപ്പെടുത്തി. വീണ്ടും 2024 പോകുന്നു, വിജ്ഞാപനം പുറപ്പെടുവിക്കും. തെരഞ്ഞെടുപ്പിന്റെ 2026 വീണ്ടും വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അതായത് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാതിനിധ്യ വോട്ടവകാശം പിന്നീട് മഹാരാഷ്ട്രയിൽ നിന്നോ മറ്റോ 2 പേരെ കൊണ്ടുവന്ന് ഇരുത്തിക്കൊണ്ട് അത് മാറ്റി. അതായത് അങ്ങനെ ഒരു തീരുമാനം, അതായത് പ്രാതിനിധ്യ വോട്ടവകാശം വേണ്ട, എല്ലാവർക്കും വോട്ടവകാശം എന്ന് പറയുന്ന ഒരു രീതി കൊണ്ടുവന്നു. ഞാൻ നേരത്തെ പ്രാതിനിധ്യ വോട്ടവകാശത്തിന്റെ ഒരു ഡ്രോബാക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വോട്ടവകാശം എന്ന് പറയുന്ന വളരെ സുപ്രധാനമായ ഒരു വിധി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ അതിനെതിരായിട്ട് ഈ വെള്ളാപ്പള്ളി വീണ്ടും 2 പേരെ കൊണ്ടുവന്നിട്ട് ആ വിധി അമെൻഡ് ചെയ്തു. അത് വേണ്ട എന്നുള്ളത് റദ്ദ് ചെയ്തുകൊണ്ട് അതിന് സ്റ്റേ മേടിച്ചുകൊണ്ട് വീണ്ടും പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്ന സെറ്റപ്പിലേക്ക് ഈ സമുദായ സംഘടനയെ കൊണ്ടെത്തിച്ചു. ആ കാര്യം വെള്ളാപ്പള്ളിക്ക് ഇഷ്ടക്കാരായിട്ടുള്ള 100 പേര് വോട്ട് ചെയ്താൽ മതി. അവര് പിന്നെ ഈ ഭാഷ പറയുന്ന പോലെ ഞാൻ ഒരു തവണ സ്വന്തമല്ല 100 തടവ് സ്വന്തമായി എന്ന് പറയുന്ന പോലെ ഒരാൾ വോട്ട് ചെയ്താൽ മതി. ഒരാൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100 പേര് വോട്ട് ചെയ്യുന്നതിന് തുല്യമായി അത് മാറും. അപ്പം ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു സമുദായത്തെയും. അതോടൊപ്പം തന്നെ സമുദായത്തിൽ ഞാൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളാണ് എന്നൊരു തോന്നലുണ്ടാക്കി ഞാൻ തന്നെയാണ് പ്രമാണി എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സമീപനമാണ് വെള്ളാപ്പള്ളി എല്ലാ കാലത്തും പുലർത്തി പോന്നിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവരുടെ ഇത് വരുന്നത് 20-ാം തീയതി മറ്റോ ആണെന്ന് തോന്നുന്നു, അവരുടെ ഒരു വിജ്ഞാപനം, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന് 14 ദിവസം സമയമുണ്ട്. അതിനുശേഷം മാത്രമേ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയുള്ളൂ. 3 മണി വരെയാണ് സമയം. അപ്പം പക്ഷെ ഇത് പെട്ടെന്ന് ഒരു 4 ദിവസം കൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. അത് പിന്നെ ആ ഒരു ഡേറ്റും കൊടുത്തു. അപ്പൊ അത് നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹം ചെയ്തൊരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയല്ല നിയമം. 14 ദിവസം 15 ദിവസം സമയം കിട്ടേണ്ടതാണ്. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? ഇത് വേറെ ആരും അറിയരുത്, ഈ എടുപിടിയെന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്തണം.
പക്ഷേ ഇത് കൃത്യമായി വാച്ച് ചെയ്തുകൊണ്ടിരുന്നവരാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി എന്ന് പറയുന്ന സംഘടന. അവര് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവര് ഈ പറയുന്ന വെള്ളാപ്പള്ളിയിൽ നിന്ന് സമുദായത്തെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു ഉദ്യമമായിട്ട് കണ്ടത്. അല്ല അധികാര കസേരയിലേക്ക് കയറി ഇരിക്കുക എന്നുള്ളതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾ ഇത്രയും കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കൊള്ളയുണ്ട്. അതായത് ഈ പറയുന്ന SNDP യോഗത്തിന്റെ തലപ്പത്തിരുന്നുകൊണ്ട് കൊള്ളയടിച്ചു, അല്ലെങ്കിൽ എല്ലാ മാക്സിമം സ്വന്തം വയർ നിറച്ചു, അല്ലെങ്കിൽ മാക്സിമം സ്വന്തം കീശ നിറച്ചുകൊണ്ടിരുന്നു. SNDP യോഗത്തിന്റെ പേര് തന്നെ കളഞ്ഞു. അതെ, തീർച്ചയായിട്ടും അതെ. ഇപ്പൊ നമ്മൾ നോക്കിയേ, ഇപ്പൊ ആർ ശങ്കറിന്റെ പേരിലുള്ള ശങ്കേഴ്സ് ഹോസ്പിറ്റൽ കൊല്ലത്തുള്ള അതെന്ത് ചെയ്തു? അത് ലീസിന് കൊടുക്കുന്ന സമയം അതിന് സമരം നടത്തി, അതിന് പ്രതിഷേധം ഉണ്ടായി. പിന്നെ ഈ പറയുന്ന സമുദായത്തിന്റെ പേരിൽ അല്ലെങ്കിൽ SNDPയുടെ പേരിൽ വന്നിരുന്ന പിന്നെ വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജ്, ഇപ്പൊ മഹാഗുരു എഞ്ചിനീയറിംഗ് കോളേജാണ്. ആ കോളേജ് അത് സ്വന്തം കയ്യിൽ ഒതുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിനെയും സമുദായത്തിന്റെ പൊതു സ്വത്തായിട്ട് കരുതേണ്ട, പരിഗണിക്കപ്പെടേണ്ട എല്ലാത്തിനെയും സ്വയമേ ഏറ്റെടുത്തുകൊണ്ട് ഇത് വെള്ളാപ്പള്ളിയുടേതാണ് എന്നൊരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് വെള്ളാപ്പള്ളി എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. അല്ലാതെ സമുദായ സംഘടനകളെ നേരായ വഴിക്ക് കൊണ്ടുപോകാനോ സമുദായ സംഘടനകളെ നല്ല നിലയിൽ അല്ലെങ്കിൽ സമുദായത്തിലുള്ള ആളുകളെ നല്ല നിലയ്ക്ക് കൊണ്ടുപോകാനോ എന്നല്ല ശ്രമിച്ചത്. എന്നാൽ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയുള്ളൂ, ശ്രീനാരായണ സഹോദര ധർമ്മത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? അവർ സമുദായത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് പലപ്പോഴും ഈ സൗത്ത് ഇന്ത്യൻ വിനോദിനെ നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ പല വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെ, ഏതെങ്കിലും ഒരാളെ കടന്നാക്രമിക്കുന്ന രീതിയല്ല. അതില് എപ്പോഴും ശ്രീനാരായണ ഗുരു എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ ദർശനങ്ങളിൽ അടിയുറച്ചു എന്നുള്ള പ്രവർത്തനമാണ്. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വെള്ളാപ്പള്ളി നടേശന് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഗുരുദേവൻ എന്ന് പറയുന്ന ആ ഒരു ഗുരുവിനെ തന്നെ നിന്ദിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളും പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത്, വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ അദ്ദേഹത്തിന്റെ ഏതൊരു കാര്യങ്ങൾ എടുത്തു വെച്ച് നമ്മൾ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശൻ സമുദായത്തിന്റെ തലപ്പത്തിരിക്കുന്ന യോഗ്യനല്ല. അത് ധാർമ്മികമായി യോഗ്യതയില്ലാത്ത ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കാൻ ധാർമ്മികമായ യാതൊരു അവകാശവും ഇല്ല. ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഈ പറയുന്ന ശ്രീനാരായണ ഗുരുദേവനാണെങ്കിൽ എങ്ങനെയാ ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എന്നാൽ അങ്ങനെയല്ല, നന്മയുള്ള ജനങ്ങളെ അടിച്ചമർത്താനാണ് വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചത്. അതാണ് ഗുരു എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു അതെല്ലാം വെള്ളാപ്പള്ളി ചെയ്യും. അത് SNDP യോഗത്തിന്റെ തലപ്പത്ത് ഇരുന്നുകൊണ്ട് ചെയ്തു. അതെ, ഒരിക്കലും പാടില്ലാത്ത കാര്യമല്ലേ. അവിടാണ് നമ്മൾ ഈ പറയുന്നത് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത. ഇപ്പം ചേട്ടൻ ആദ്യം പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടെന്നുള്ള കാര്യം, പക്ഷെ ക്ഷമിക്കാൻ പറ്റാത്തത് അവിടെയായിരുന്നു. അല്ലാതെ ഗുരു എന്ത് പറഞ്ഞു അതിനെ ഒന്നും വില വെക്കാതെ ഗുരുവിനെതിരെ നിന്നു, ഗുരു ചെയ്യരുതെന്ന് പറഞ്ഞതൊക്കെ ചെയ്തു. അന്നേരവും SNDP യോഗത്തിന്റെ തലപ്പത്തിരിക്കുകയാണ്, ഇരുന്നുകൊണ്ട് ചെയ്തു. അപ്പൊ പിന്നെ പുറത്തു പോകുമ്പോ സ്വാഭാവികമായിട്ടും ആർക്കും തോന്നുന്ന സന്തോഷം തന്നെ എല്ലാവർക്കും ആ സന്തോഷം ഉണ്ടെന്നേ. കാര്യം എന്താ, ഈ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന, മലപ്പുറം പരാമർശം, മുസ്ലിംസിന് വിരുദ്ധത. ഇതെങ്ങനെയാണ് ഗുരുദേവനെ പോലെ ഒരു മഹത് വ്യക്തിക്ക്, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു ജീവിയെ പോലും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ ശ്രമിക്കാത്തൊരു മഹത് വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിൽ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. മനുഷ്യനെ ഉപദേശിച്ച് നന്മയിലേക്ക് നയിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. ആ ഗുരുദേവൻ ഇന്നുണ്ടായിരുന്ന 10 വെട്ടി അടിച്ചേനെന്നാണ് ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ. എന്നേ ഈ ഹൈക്കോടതിയിലെ ഈ ഇതിലേക്ക് വരെ പോകണ്ടായിരുന്നു. എന്നേ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ അടിച്ചിറക്കിയത്. അതാണ് പിന്നെ ഈ പറയുന്ന ഞാൻ പറയുന്ന ഈ രണ്ട് സംഘടനകളും രണ്ട് വ്യക്തികളും തമ്മിലൊരു കമ്പാരിസണാണ് ഞാൻ പറയുന്നത്. അതേസമയം പിന്നെ സൗത്ത് ഇന്ത്യൻ വിനോദ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ചിന്താഗതികളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദായത്തെ നോവിക്കരുത്, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളിൽ അടിയുറച്ച് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് വെർഷനാണ്. അദ്ദേഹം നേരെ തിരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ എന്ത് പറഞ്ഞോ അതിനെല്ലാം വിപരീതമായുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഇങ്ങനെയാണ് പിന്നെ ഈ വെള്ളാപ്പള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമെന്നോണം ഈ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും ഹൈക്കോടതി തന്നെ ഇപ്പൊ കണ്ടെത്തിയിരിക്കുകയാണ് അദ്ദേഹം അയോഗ്യനാണ്. ശരിക്കും കരയുമായിരിക്കുമല്ലോ ഇപ്പൊ. പിന്നെ അച്ഛനും മോനോടെ കെട്ടിപ്പിടിച്ച് കരച്ചില്ല മരിക്കുന്നിടം വരെ അച്ഛൻ, അത് കഴിയുമ്പോ മോനെന്നൊക്കെ പരമ്പരാഗതമായ ഒരു സംവിധാനമാക്കി കുടുംബത്തിന്റെ സ്വത്താക്കി SNDP യോഗത്തെ കൊണ്ടുപോകാനുള്ള വെള്ളാപ്പള്ളിയുടെ ശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ്. മകനെയും പണി കിട്ടി, മകനും അയോഗ്യനാണ്, മകനെയും പറഞ്ഞു വിട്ടു. പിന്നെ MK സോമൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ നേതാവുണ്ട്, അദ്ദേഹത്തെയും പറഞ്ഞു വിട്ടു. അപ്പൊ ഇവരെല്ലാം ഹൈക്കോടതി പറഞ്ഞു ഇനി മേലാൽ നിങ്ങൾ ഇനി SNDP യോഗം ഒന്നും പറഞ്ഞിട്ട് അതിന്റെ തലപ്പത്ത് കയറി ഇരിക്കാൻ നീക്കേണ്ട, ഇറങ്ങി പൊക്കോളും എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകണം. ഇനിയും പോകുന്ന തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന പ്രാതിനിധ്യ വോട്ടവകാശത്തിന്റെ പേരിലായിരിക്കരുത്. ഇനിയും പോകേണ്ട ഒരു വോട്ടിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും എല്ലാവർക്കും വോട്ടവകാശം, സമുദായത്തിലുള്ള ഓരോ വ്യക്തിക്കുമുണ്ട് ഞങ്ങൾ ഇന്ന ആളെ ഞങ്ങൾ തെരഞ്ഞെടുക്കുന്നത് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് പോകണം.
അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തമായി ഈ പറയുന്ന സാധാരണക്കാരിലേക്ക് അല്ലെങ്കിൽ ഈ സമുദായത്തിലെ ഓരോ അതായത് ഇപ്പൊ അംഗങ്ങൾക്കിടയിൽ ഇത്രയും കാലം ശ്വാസം മുട്ടി കടന്നവർക്ക് ഇനി ശരിക്കും പറഞ്ഞാൽ ശ്വസിക്കാം തന്നെ. അല്ല, വേറൊരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ രണ്ട് നേതാക്കന്മാരെ തമ്മിൽ കമ്പയർ ചെയ്തില്ലേ? ശ്രീനാരായണ സഹോദര ധർമ്മവേദി ആണെങ്കിലും ഇപ്പുറത്തോട്ട് വന്ന് SNDP യോഗത്തിന് ഇപ്പൊ പുറത്തായ ജനറൽ സെക്രട്ടറി, അങ്ങനെ പറയണമല്ലോ. ഇനി പുള്ളി എല്ലാം അങ്ങനെ തന്നെ പുറത്തായ ജനറൽ സെക്രട്ടറി, പണ്ട് ഒരു സിനിമയിൽ തോറ്റ MLA എന്ന് പറയുന്ന പോലെ പുറത്തായ ജനറൽ സെക്രട്ടറി. സത്യത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ MLA-മാരെ അയോഗ്യരാക്കിയിട്ടുണ്ട്. എന്നാലും കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറിയെ ഹൈക്കോടതി അയോഗ്യതനാക്കി മാറ്റി നിർത്തുന്നത് ആദ്യമായിട്ട് ഞാൻ കേൾക്കുകയാണ്. കാര്യം എന്തുകൊണ്ടാണ് ഒരു സംഘടനയുടെ തലപ്പത്ത് ഇത്രയും 2021 മുതൽ 5 വർഷക്കാലമാണ് ഈ അദ്ദേഹം നടത്തിയ പിന്നെ ശ്രീനാരായണ സഹോദര ധർമ്മവേദി നടത്തിയ നിയമ പോരാട്ടം. അപ്പൊ അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിനിടയ്ക്ക് ഈ ഹൈക്കോടതിയിൽ ഈ ഒരു വിധിയുണ്ട്. ഇതിനു മുമ്പ് ആ വിജ്ഞാപനം പിൻവലിച്ചുകൊണ്ട് ഓടിയ വിവരം നമ്മൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ വെള്ളാപ്പള്ളിക്ക് പിന്നെ ഒരു കാരണവശാലും ഗതി കിട്ടാത്ത ഒരു ആത്മാവായിട്ട് വെള്ളാപ്പള്ളി നടച്ച കണിച്ചുകുളങ്ങര ഭാഗത്ത് ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു കണിച്ചുകുളങ്ങര കുടുംബത്തിൽ അപ്പനും മോനും കെട്ടിപ്പിടിച്ച് കരച്ചില്ല, അയ്യോ അപ്പ പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സെറ്റപ്പിലുള്ള ഒരു പരിപാടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുതന്നെയാണെങ്കിലും ഇനിയും SNDP എന്ന് പറയുന്ന പിന്നെ ഈ SNDP യോഗം എന്ന് പറയുന്ന ഈ ഒരു മഹത്തായ സംഘടന, ഞാൻ പറഞ്ഞത് ഇതിനു മുമ്പ് ഒരുപാട് കുമാരനാശാൻ ഇരുന്നിട്ടുള്ള സംഘടനയാണ്. എത്രയോ മഹാരഥന്മാർ ഇതിന്റെ തലപ്പത്ത് വന്നിരുന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ നിരവധി മഹാരഥന്മാർ ഇരുന്ന ഈ ഒരു സംഘടനയെ, ഒരു പഴഞ്ചൊല്ലുണ്ട്, പക്ഷെ ഞാനത് പറയുന്നില്ല, അത് ചിലപ്പോൾ അൺപാർലമെന്ററി ആയിരിക്കും പഴഞ്ചൊല്ലെല്ലാം പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരുന്ന ഒരു സംഘടനയെ ഇനിയും നയിക്കാൻ അതിന് അനുഗുണനായ അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വം തന്നെ ഉണ്ടാവണം. കാര്യം ഇനിയും ഇവർക്ക് ഈ സമുദായ സംഘടനകളിലെ അംഗങ്ങൾക്ക് പറ്റിയ അബദ്ധം ഇനിയും ഒരിക്കലും ഉണ്ടാവരുത് അവർക്ക്. എനിക്ക് തോന്നുന്നു അതിന് പ്രാപ്തരായവർ ഇപ്പൊ തന്നെ ഉണ്ട്. അവർ തന്നെയാണ് ഈ പറയുന്ന ഒരു നിയമ പോരാട്ടമൊക്കെ നടത്തി ആ അധർമ്മിയെ പുറത്താക്കി എന്നൊക്കെ പറയത്തില്ലേ, അധർമ്മിയും കൊള്ളക്കാരനുമായ ഒരാളെ പുറത്താക്കി. ഇത് പറഞ്ഞാൽ ഇത് ധർമ്മയുദ്ധം പോലെയൊക്കെ നമുക്ക് തോന്നാം. ഇതൊരു ധർമ്മയുദ്ധത്തിന്റെ ഒരു ഫേസിലാണ് വരുന്നത്. അപ്പൊ ഇനിയും വരേണ്ടവർ ഒരിക്കലും ഈ സമുദായത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ളവർ ആയിരിക്കില്ല. കാര്യം അവരുടെ ദർശനങ്ങൾ ഇപ്പൊ ഗുരുദേവന്റെ ദർശനത്തിൽ അടിയുറച്ച് പോകുന്നവരായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം.